Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. പ്രയർ ചെയ്യുന്നുണ്ടോ? Yes, ma'am. അനുദിനം ഞങ്ങളെ അറിവായി വിളങ്ങും അനുപമ ജ്യോതിസ് എൻ പ്രണാമം മണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉന്മയായി നീയണയോ കണ്ണിനു കനവായി കാതിനു കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങും അനുപമ ജ്യോതിസേ എൻ പ്രണാമം. താങ്ക് യു മാം. നാം സൈൻ ഇൻ. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അശ്വതി മാമിന്റെ ക്ലാസ് സൈൻ ഇൻ ചെയ്യുന്നു. കഴുത പറഞ്ഞു, പുല്ലിന്റെ നിറം നീലയാണ്. പുലി പറഞ്ഞു, പുല്ലിന്റെ നിറം പച്ചയാണ്. ഏറെ നേരം തർക്കിച്ചിട്ടും രണ്ടാൾക്കും ഒരു സമവായത്തിലെത്താൻ പറ്റിയില്ല. ഒടുവിൽ കാട്ടുരാജാവിനോട് വിധി തേടാൻ തീരുമാനിച്ചു. വിചാരണ ആരംഭിച്ചു. ഓരോരുത്തരും അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. കാഴ്ചക്കാരായ മൃഗങ്ങൾ വിധി കേൾക്കാൻ ചെവി കൂർപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാവരെയും നിരാശരാക്കി രാജാവ് വിധി കൽപ്പിച്ചു. പുലിക്ക് 1 മാസത്തെ കഠിന തടവ്. കഴുത നിരപരാധി. പുലി വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, രാജാവേ, പുല്ലിന്റെ നിറം പച്ചയല്ലേ? രാജാവ് പറഞ്ഞു, അതെ. പുലി ചോദിച്ചു, പിന്നെ എന്തിനാണ് ശരി പറഞ്ഞ എന്നെ അവിടുന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത്? രാജാവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതുപോലൊരു വിഷയത്തിൽ കഴുതയോട് തർക്കിച്ചതാണ് നീ ചെയ്ത വലിയ തെറ്റ്. ഇനി ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലാവാത്തവരോട് നീ തർക്കിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ശിക്ഷ. ഗുണപാഠം: വിവരമില്ലാത്തവരോടും തോൽവി സമ്മതിക്കാത്തവരോടും തർക്കിക്കാൻ നിൽക്കരുത്. താങ്ക് യു. Okay. സെമിനാർ പ്രസന്റ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും ചെയ്യാനായിട്ട്? സെക്കൻഡ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th പോയിന്റ് വരെയല്ലേ ഡിസ്കസ് ചെയ്തത്? ലൈസൺ ഓഫീസർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരായിരിക്കായിരുന്നു? ഇല്ലായിരുന്നു മാം.
ക്ലാസ് കണ്ടായിരുന്നോ? നോ മാം ഇനി കാണണം, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. റോഷിനി കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു MT9 മെയിൻ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല മാം, നല്ലതായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല? ഞങ്ങളുടെ റിസൾട്ട് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്ക് ഉണ്ടോ? ഉണ്ട് മാം. ഉണ്ട്. കുഴപ്പിച്ചോ? ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പിച്ചോ? അങ്ങനെയായിരുന്നോ ചോദിച്ചിരുന്നേ? ഒരെണ്ണത്തിന്റെ കുറച്ച് കുഴപ്പിച്ചിരുന്നു. ആദ്യത്തെ 2 എക്സാം. ആദ്യത്തെ 2 എക്സാം. ആ. അതിനുശേഷം ഓക്കെ കുഴപ്പമില്ല. അല്ലേ? എന്റെ പോർഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഡിഫൻസ് മെക്കാനിക്സ് സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു. ഓക്കെ. പാർട്ട് 4 എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു മാം. പാർട്ട് 4 കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്റെ ആയിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു 35 ക്വസ്റ്റ്യൻസോളം എന്റെ ആയിരുന്നു. എളുപ്പമുണ്ടായിരുന്നു മാം. കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. സുജിത ഉണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല മിസ്സേ. ഉണ്ടായിരുന്നില്ല. വേറെ ആരാണ് ഉണ്ടായിരുന്നത്? തനുജ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു മിസ്സേ. ഇല്ലായിരുന്നു. സജന ഉണ്ടായിരുന്നോ? ഇല്ല മിസ്, ഞാൻ കൊറേ ക്ലാസ് കാണാനിട്ട് എനിക്ക്. ആരും ഉണ്ടായിരുന്നില്ല. ഐശ്വര്യ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല മാം, നമ്മൾ എക്സാം ആയതുകൊണ്ട് കേറിയിട്ടില്ല. കേറിയിട്ടില്ല. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇപ്പൊ കേറാത്തവരാണ് കൂടുതൽ, അതുകൊണ്ടാണ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അതിനകത്ത് 1 തുടങ്ങി ഒരു 14th പോയിന്റ് വരെ ഉണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്യാതെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ 14th പോയിന്റ് വരെ ഒന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയുന്നവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ? ഓക്കെ ആണോ? റീഡ് ചെയ്തോളൂ. സമയം എടുത്ത് റീഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ പകുതിക്ക് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. PDF നിങ്ങൾക്ക് വലുതായിട്ട് കാണുന്നുണ്ടോ? ആ.
വെച്ച് കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. നയൻത് പോയിന്റ് വരെ എല്ലാരും വായിച്ചു കഴിഞ്ഞോ? നയൻത് പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയണ്ട. 10th പോയിന്റ് തുടങ്ങി. അതായത് കഴിഞ്ഞ ക്ലാസ്സിലത്തെ കാര്യങ്ങള് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എന്തായാലും ഒന്ന് കാണാം. ഒരു കുട്ടി സെമിനാർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ് തന്നെ. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. എല്ലാരും കാണില്ലേ? എന്നാ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് 10th പോയിന്റ് തുടങ്ങി നോക്കാം അല്ലെ. റോഷ്നി 10th പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. Okay, ma'am. Supervisor as a good administrator. Expert in playing various roles include personal administration, appointment, promotion and transfer of the teaching, non-teaching and inspecting staff, their performance, appraisal and disciplinary control, financial administration, sanctioning and സാങ്ഷനിങ് endo ma'am? സാങ്ഷനിങ് Okay, sanctioning and disbursement of grant in aid, disbursement of teachers' salaries, audit and inspection of accounts, dealing with the dispute between teachers and management and attending to idenduva ma'am? ക്വാസി ജുഡീഷ്യൽ കേസസ്. ക്വാസി Quasi judicial അർദ്ധാന്നാണ് കേട്ടോ. അർദ്ധാന്നാണ് ക്വാസിയുടെ അർത്ഥം. അതായത് എന്താ പറയാ, ഹാഫ് ആയിട്ട് നമ്മൾ പറയില്ലേ,
അതായത് പകുതി, അതായത് ജുഡീഷ്യൽ സ്വഭാവമുള്ള കേസസ് ഒക്കെ ഉണ്ടല്ലോ, നിയമപരമായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെയാണ് അവിടെ പറയുന്നത് കേട്ടോ. Dealing with the local bodies and the Panchayat Raj institutions. എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാമോ ഒന്ന്? ഒരു സൂപ്പർവൈസർ ഒരു ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതില് പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ്, പ്രമോഷൻ, ടീച്ചേഴ്സിന്റെ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും കാര്യങ്ങള് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനില് അത് സാങ്ഷനിങ് എന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങളൊക്കെ സാങ്ഷൻ ആക്കി കൊടുക്കുന്ന സാങ്ഷൻ കാര്യങ്ങൾ ആക്കി കൊടുക്കുന്നതാണ്, അനുവദിച്ചു കൊടുക്കുന്നതാണ്, പെർമിഷൻ കൊടുക്കുന്നതാണ് കേട്ടോ ഓരോന്നിനും. ഓക്കെ, സാങ്ഷൻ ചെയ്യുന്നത്. ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിതരണമാണ്, സപ്ലൈ. ഓക്കെ, ഡിസ്ബേഴ്സ്മെന്റ് മീൻസ് വിതരണം. ഓക്കെ. പിന്നെ ടീച്ചേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ അർദ്ധ ജുഡീഷ്യൽ, അതെനിക്ക് ജുഡീഷ്യൽ കേസസ്. ഓക്കെ, അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നു. ഓക്കെ. അപ്പോ നമ്മള് ഇവിടെ പറഞ്ഞു വന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ ആണ്. ഒരു ഇൻസ്പെക്ടർക്ക് വേണ്ട ഗുഡ് ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ബ്രൈലി എന്ന് പറഞ്ഞ ആളൊരു കോട്ട് പറഞ്ഞിട്ടുണ്ട്: ചീക്ക് യുവർ ടീച്ചേഴ്സ്, ഫ്രൈറ്റൻ യുവർ ടീച്ചേഴ്സ്, വീക്കൻ യുവർ ടീച്ചേഴ്സ് ആൻഡ് എക്സാമിൻ ദം, ബട്ട് ഇറ്റ്സ് വേരിയൻ. ട്രെയിൻ യുവർ ടീച്ചേഴ്സ്, ഇൻസ്പയർ യുവർ ടീച്ചർ, എൻകറേജ് യുവർ ടീച്ചേഴ്സ് ആൻഡ് ട്രസ്റ്റ് ദം. ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും, ബ്രൈലിയുടെ അഭിപ്രായം, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്, ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ടീച്ചേഴ്സിനെ തരം താഴ്ത്തുകയോ അവരെ എന്താ പറയാ മോശമായിട്ട് അവരോട് പെരുമാറുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. മറിച്ച് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന, അവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന, അവരെ എൻകറേജ് ചെയ്യിക്കുന്ന, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ മാൻ ഓഫ് എഡ്യൂക്കേഷൻ വിഷൻ ആണ്. അതായത് ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം ആര്? ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസമുള്ള ആളായിരിക്കണം. അതായത് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോകുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ടീച്ചർമാരായിക്കോട്ടെ, ആ സ്കൂളിന്റെ സമ്പ്രദായം അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മെത്തേഡായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിനുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ. ദെൻ മാൻ ഓഫ് എക്സ്പെരിമെന്റ്സ്, അതായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കണം ആര്? ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതായത് ട്രഡീഷണൽ രീതികൾക്ക് പകരം പുതിയ പുതിയ, അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ നമുക്കറിയാം എല്ലാ സ്കൂളുകളിലും പരമ്പരാഗതമായിട്ടുള്ള രീതിയാണോ പിന്തുടരുന്നത്? ആണോ? ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ പിന്തുടരുന്നത്? അല്ല, പുതിയ പുതിയ കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ? അതെ, നൂതനമായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ സാങ്കേതിക വിദ്യകൾ, IT ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സാധ്യതകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്, അതായത് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു സ്കൂള് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സ്കൂളിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ അഥവാ ഇന്ധനം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പരമ്പരാഗത രീതികൾ പിന്തുടർന്ന് പോരുന്ന ഒരു സ്കൂൾ ആണെങ്കിൽ അതിനകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, മാണിക്കക്കല്ല് എന്ന് പറയുന്ന സിനിമ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? പൃഥ്വിരാജിന്റെ സിനിമ. ട്രഡീഷണൽ രീതിയായിരുന്നു അവിടെ ഫോളോ ചെയ്തു പോന്നിരുന്നത് അല്ലെ? അതിന് പകരം കുറച്ച് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പൃഥ്വിരാജ് കുറേയധികം കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നത് അല്ലെ? രാത്രികാലങ്ങളിലൊക്കെ ക്ലാസ്സുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടല്ലേ കുട്ടികളെ SSLC പാസ്സാക്കുന്നത് അദ്ദേഹം. അതൊക്കെ എന്തിന് ഉദാഹരണമാ? ഈ ഒരു എക്സ്പെരിമെന്റിനെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള പുതിയ രീതികൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ആര്? ഈ ഒരു ഇൻസ്പെക്ടർ. അതുപോലെ തന്നെ മാൻ ഓഫ് പ്ലാനിങ്, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. മാൻ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻ ചെയ്തിരിക്കണം.
പെട്ടെന്ന്, അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഉതിർത്തി പിടിച്ചിട്ടുള്ള ഒരു കാര്യമാവരുത്. ഒരു സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുമ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്കൂളിലേക്ക് വേണ്ടി ചെയ്യേണ്ടത്, ആ സ്കൂളിന്റെ സ്വഭാവം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് മാൻ ഓഫ് സിമ്പതി ആണ്. അതായത് എല്ലാവരോടും സഹാനുഭൂതി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഇൻസ്പെക്ടർ. ചില ആളുകളുണ്ട് ഭയങ്കര കർക്കശമായിരിക്കുള്ളൂ, ഭയങ്കര ദേഷ്യം, അതുപോലെ നമ്മള് ഇൻസ്പെക്ടറുടെ ഫേസ് തന്നെ കണ്ടാല് ടീച്ചർമാരായാലും കുട്ടികളായാലും പേടിച്ചു പോകും. അങ്ങനെയുള്ള ഇൻസ്പെക്ടർമാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ രൂപമല്ല നോക്കുന്ന, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. ചില ഇൻസ്പെക്ടർമാരൊക്കെ വന്നു കഴിയുമ്പോൾ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും ഭയങ്കര പേടിയാ, ചിലപ്പോ വിറയ്ക്കുന്നത് കാണാൻ പറ്റും ഇല്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോ സിമ്പതിയുള്ള, അതായത് എല്ലാവരോടും സഹാനുഭൂതി, സ്നേഹം, കരുണ, ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആളായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് മൈൻഡ് ആണ്. കൺസ്ട്രക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാല് നേരത്തെ പോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ ഉള്ള വ്യക്തിയായിരിക്കണം. വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കുകയും അതുപോലെ തന്നെ പണിഷ്മെന്റ് കൊടുക്കേണ്ട സമയത്ത് പണിഷ്മെന്റ് കൊടുക്കുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ബഹുമാനിക്കേണ്ട സമയത്ത് ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസിങ് കപ്പാസിറ്റി, എല്ലാവരെയും ഓർഗനൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സിനെ ആയാലും പ്രിൻസിപ്പളെ ആയാലും എല്ലാവരെയും എന്താ പറയാ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്ട്, അതായത് പലതരത്തിലുള്ള സബ്ജക്റ്റുകളിൽ നോളജ് ഉള്ള വ്യക്തിയായിരിക്കണം. ഒന്നോ രണ്ടോ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് ആരുടെ അറിവെന്ന് പറയുന്നത്? ഇൻസ്പെക്ടറുടെ അറിവ്. മറിച്ച് ആ സ്കൂളിൽ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ആർക്ക് ഉണ്ടായിരിക്കണം? ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. ലൈസൺ ഓഫീസർ, അതായത് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നു. ഇപ്പൊ സ്കൂളിനും അതുപോലെ തന്നെ മാനേജ്മെന്റിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനും ടീച്ചേഴ്സിനും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ്? അത് ഇൻസ്പെക്ടറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ചുരുക്കിയാട്ടോ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10ാമത്തെ പോയിന്റ് തുടങ്ങി നോക്കാം. സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അതായത് ഒരു നല്ല ഭരണാധികാരി അല്ലെങ്കിൽ ഒരു നല്ല മേൽനോട്ടക്കാരൻ എന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് സൂപ്പർവൈസർ റോള് വഹിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ റോള് വഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Expert in playing various roles include personal administration, appointment, promotion, and transfer of the teaching, non-teaching and inspecting staff, their performance appraisal and disciplinary control. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ ഇൻസ്പെക്ടറിന്റെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ചില ഭരണം അല്ലെങ്കിൽ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള ടീച്ചേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും അവരുടെ പെർഫോമൻസ്, അതായത് അവരുടെ പ്രകടനം വിലയിരുത്തി മാർക്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കീഴിലാണ്? ഇൻസ്പെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇത്തരത്തിലുള്ള ആളുകളുടെ പെർഫോമൻസ് റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും അപ്പോയിന്റ്മെന്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളിൽ അധികാരമുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, രണ്ടാമത്തേതാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഭരണങ്ങൾ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ളത് നമുക്ക് നോക്കാം. സാങ്ഷനിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഗ്രാന്റ് ഇൻ നീഡ്, അതായത് നമുക്കറിയാം സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങൾ സ്കൂളുകളിൽ ലഭിക്കാറുണ്ട് അല്ലെ. അതിനെ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാന്റ് ഇൻ എയ്ഡുകള് കൊണ്ടുവരുന്നതിന് വേണ്ടി, സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാരുമായിട്ട് സംസാരിക്കുകയും അത് മേടിച്ചെടുക്കുകയും അത് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ആരുടെ നേതൃത്വത്തിലാണ്?
ഈ ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിലാണ്. കേട്ടോ? അപ്പോ ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റ് നീഡുകൾ, സഹായ വിതരണങ്ങള് ഒക്കെ കിട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി ആരാണ്? അത് ഇൻസ്പെക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൺട്രോൾ ഉള്ളതും ഇൻസ്പെക്ടർക്ക് തന്നെയാണ്. ഒരു സ്കെയിലുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതായത് ഇത്ര ഈ ഒരു ഇതില് വർക്ക് ചെയ്യുന്ന ടീച്ചർക്ക് ഇന്ന സ്കെയിലാണ്. കേട്ടിട്ടില്ലേ നിങ്ങള്? ശമ്പളം എന്ന് പറയുന്നത് ഇന്ന സ്കെയിലായിരിക്കും. അതായത് ഇപ്പോ ഒരു 20,000 തുടങ്ങി 40,000 വരുന്ന ഒരു സ്കെയിലാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ടീച്ചേഴ്സിന്റെ സാലറിയുടെ വിതരണങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഇൻസ്പെക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും സ്കൂളില് ബഡ്ജറ്റും കാര്യങ്ങളും ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അക്കൗണ്ട് പരിശോധന അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള പോലെ തന്നെ സ്കൂളുകളിൽ എന്ത് ചെയ്യാറുണ്ട്? അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഇൻസ്പെക്ടറാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് dealing with disputes between teachers and management and attending to quasi-judicial cases. അതായത് നമുക്കറിയാം ടീച്ചേഴ്സും മാനേജ്മെന്റും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ചില തർക്കങ്ങൾ ഉണ്ടാവാറില്ലേ ചില സ്കൂളുകളില്? ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും തർക്കങ്ങൾ ഉണ്ടാകുന്നത്, കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്? എന്തൊക്കെയായിരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങള്. സാലറി ആണോ മാം? സാലറിയിൽ തർക്കം ഉണ്ടാവാറില്ലേ മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മില്? സാലറി സ്കെയിലില് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ സാലറി ലേറ്റ് ആവുന്നത് മൂലം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഓവർ ടൈം, ചില സമയത്ത് അധിക ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട് ടീച്ചേഴ്സിന് അല്ലെ. ചിലപ്പോൾ അത് ടൈം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ സ്ഥലം വേറെ ആയിരിക്കാം അല്ലെ. ചില ടീച്ചേഴ്സിന് മറ്റ് സ്കൂളുകളിലൊക്കെ പോവേണ്ട ഡ്യൂട്ടി, എക്സാം ഡ്യൂട്ടി, അങ്ങനെയുള്ള കുറെ ഡ്യൂട്ടീസ് ഒക്കെ കൊടുക്കാറുണ്ട് മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്തുണ്ടാവാം? തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള തർക്കങ്ങളില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നം പരിഹരിക്കുന്നത് ആരാ? ഇൻസ്പെക്ടറാ. ഓക്കെ. അപ്പം ഇൻസ്പെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാനേജ്മെന്റും സ്കൂളും അധ്യാപകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ കേസസ്. ഓക്കെ, അതായത് അർദ്ധാന്നാണ് ക്വാസിന്റെ അർത്ഥം കേട്ടോ. അർദ്ധനീതിന്യായ കേസുകൾ എന്നാണ് കറക്റ്റ് മലയാളം വരിക. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് നിയമപരമായിട്ടുള്ള ചില വശങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ചിലപ്പോ എന്താ പറയാ, അതായത് സ്കൂളിന് പുറത്തോട്ട് പോകാതെ സ്കൂളിനകത്ത് വെച്ച് തന്നെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒത്തുതീർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? ചില കാര്യങ്ങള് എങ്ങോട്ട് പോവാറില്ല, കോടതിയിലോട്ട് പോവാറില്ല കേട്ടോ. ഇല്ല, എന്ത് ചെയ്യും? സ്കൂളിനകത്ത് തന്നെ വെച്ച് എന്ത് ചെയ്യും? അത് പരിഹരിക്കും. പക്ഷെ അതിന് ലീഗലി ഒരു എന്താ പറയാ, ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള ചില കേസുകളാണ്, പക്ഷെ കോംപ്രമൈസ് മൂലം അത് പരിഹരിക്കപ്പെടാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടാകുന്നത് എന്തെങ്കിലും അറ്റാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ടീച്ചറിന്റെ നേർക്ക് മറ്റൊരു ടീച്ചർ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ മോശമായിട്ടുള്ള സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴെന്താണ് അതൊരു എന്താ പറയാ, അതിനൊരു ലീഗലി ഒരു ഇത് വരികയാണ് അവിടെ. പക്ഷെ അത് കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. പിന്നെ അത് വലിയ പ്രശ്നവും. അപ്പൊ മാക്സിമം കാര്യങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ള അധികാരികളും കാര്യങ്ങൾ, പോലീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ലീഗലി അതൊരു കേസായിട്ട് മറ്റുള്ളവർ അറിയാതെ തന്നെ അത് കൊണ്ടുപോയി ആ സ്കൂളിനകത്ത് തന്നെ പരിഹരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ പരിഹരിക്കുന്ന കേസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ക്വാസി ജുഡീഷ്യൽ കേസസ്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് ലാസ്റ്റ് വൺ ആണ് ഡീലിംഗ് വിത്ത് ലോക്കൽ ബോഡീസ് ആൻഡ് ദ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങള് മറ്റ് പ്രാദേശിക സ്ഥാപനങ്ങളുമായിട്ട് ഇടപെടുക. ഓക്കെ, പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ത്രിതല പഞ്ചായത്ത് അല്ലെ, 3 പഞ്ചായത്തുകളുണ്ട്. ഗ്രാമപഞ്ചായത്ത്,
ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും ഇല്ലേ? ത്രിതല സംവിധാനമാണ്, ത്രിതല ഭരണ സംവിധാനം എന്നാ പറയാ അല്ലെ? അപ്പൊ ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. അപ്പോ ഈ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നത് ചിലപ്പോ ഒരു ഗ്രാമപ്രദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്കിലായിരിക്കാം, അല്ലെങ്കിൽ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഇതിലായിരിക്കാം. അപ്പോ ഏതുമായിട്ടാണ് ആ സ്കൂള് സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റി അനുസരിച്ചിട്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ ലോക്കൽ ബോഡീസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകും അല്ലെ? നമുക്കറിയാം സ്കൂളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇനാഗ്രേഷൻ ഒക്കെ വരാറുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ. അപ്പൊ അതായത് പലതരത്തിലുള്ള സഹായങ്ങൾ അവിടെ നിന്ന് കിട്ടാറുണ്ട്, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ എപ്പോഴും സ്കൂളും അവിടെ സ്ഥിതി ചെയ്യുന്ന ഏത് ലോക്കൽ ബോഡിയാണ്, അത് ബ്ലോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അവരുമായിട്ട് നല്ല രീതിയിലൊരു കോണ്ടാക്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, എപ്പോഴും അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ ഒരു ഇൻസ്പെക്ടറുടെ ജോലിയായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്ററിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് 11ാമത്തെ പോയിന്റ് ആണ്. ആരാണ് റീഡ് ചെയ്യുക 11ാമത്തെ പോയിന്റ്? 4 കാര്യങ്ങളും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. 11ാമത്തെ പോയിന്റ് ആര് റീഡ് ചെയ്യും? തനുജ റീഡ് ചെയ്യാമോ? ചെയ്യാം മിസ്. Role as a supervisor and inspector. A supervisor should be able to provide academic, captainship, and technical advice for advancing the teaching learning process. അതിനകത്ത് ഒരു സൂപ്പർവൈസറായിട്ട് മാത്രമല്ല ഇൻസ്പെക്ടർ എന്നീ 2 നിലകളിൽ പ്രവർത്തിക്കണം. പിന്നെ ഈ ഒരു പഠന പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻഷിപ്പ്, ഒരു നേതൃത്വ പാഠവം, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അഡ്വൈസ്, ഉപദേശങ്ങളൊക്കെ നൽകാനായിട്ടുള്ള ഒരു കഴിവ് എന്നിവ ഒരു സൂപ്പർവൈസർക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെ ഇത്രയും മനസ്സിലായോ? Role as a supervisor and inspector. A supervisor should be able to provide academic captainship and technical advice for advancing the teaching learning process. അതായത് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അക്കാദമിക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് ആരാണ്? അത് ഇൻസ്പെക്ടറാണ്. നമുക്കൊരു കരിക്കുലം ഉണ്ട് അല്ലെ? ഇല്ലേ? നമുക്കൊരു കരിക്കുലം ഇല്ലേ? അതിനനുസരിച്ചിട്ടുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് പോകുന്നത്, നമ്മുടെ പഠനം, കുട്ടികളുടെ പഠനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ടല്ലേ? അപ്പോ അതിന് വേണ്ടിയിട്ട്, അതായത് കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്നിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ തയ്യാറാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം. മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. അത്തരത്തിലൊരു സൂപ്പർവിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ടറെ നിയമിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ സഹായിക്കണം. അതായത് ഒരു കരിക്കുലം രൂപപ്പെടുത്തുന്നതിൽ, ഒരു എന്താ പറയാ, ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതില് എന്ത് ചെയ്യണം? അധ്യാപകരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നിരീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. ഓക്കെ. അതാണ് റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ. ഓക്കെ അല്ലേ? ഇപ്പൊ 3 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന്, പഠന പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അക്കാദമിക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതൊരു ഡ്യൂട്ടിയാണ്. പിന്നെ അധ്യാപകരെ സഹായിക്കുക കരിക്കുലം രൂപപ്പെടുത്തുന്നതില്. പിന്നെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം. അടുത്തത് 12ാമത്തെ പോയിന്റ്, റോൾ ആസ് പ്രൊഫഷണൽ ലീഡർ ആൻഡ് ഇന്നോവേറ്റർ. അമൃത ഒന്ന് വായിക്കാമോ? Okay, ma'am. Role as professional leader and innovator. He must be an expert in organizing direction programs, refresh courses, in-service training programs, diffusion of new ideas,
and popularization of tested good practices, encouraging experiments and other innovations. എന്ന് വെച്ചാല് ഒരു നല്ല ഇൻസ്പെക്ടർ എപ്പോഴും ഒരു പ്രൊഫഷണൽ ലീഡറായിട്ടും അതേസമയം ഇന്നോവേറ്റർ മീൻസ് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ടും പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അതുവഴി എന്നാൽ മാത്രമേ പുതിയ ഡയറക്ഷൻ പ്രോഗ്രാംസ്, അതായത് മാർഗനിർദ്ദേശ പരിപാടികള്, റീഫ്രഷ് കോഴ്സുകള്, ഇൻ സർവീസ് പരിശീലനങ്ങളൊക്കെ നടത്താൻ കഴിയും. അതുപോലെ തന്നെ എപ്പോഴും പഴയ ആ ഒരു രീതി പിന്തുടരാതെ എപ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആളായിരിക്കണം. പുതിയ പുതിയ രീതി അല്ലെങ്കിൽ കണ്ടുപിടുത്തം ഏത് രീതിയിലൂടെ അക്കാദമിക്കലി കുട്ടികളെ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളായിരിക്കണം എപ്പോഴും. അത്രയാണ് മനസ്സിലായി. റോൾ ആസ് പ്രൊഫഷണൽ ലീഡർ ആൻഡ് ഇന്നോവേറ്റർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ലീഡർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ഇന്നോവേറ്റർ, അതായത് പുതിയ പുതിയ കാര്യങ്ങളിൽ വ്യക്തതയുള്ള വ്യക്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് പരിശീലന പരിപാടികൾ, അതായത് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകള്, ഓറിയന്റേഷൻ, അതുപോലെ തന്നെ റിഫ്രഷർ കോഴ്സുകള്, ഇൻ സർവീസ് ട്രെയിനിങ്ങുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കണം. അപ്പൊ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട്, അതായത് അധ്യാപകർ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമല്ലോ. ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? ട്രെയിനിങ് കൊടുക്കണം. ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകാറുണ്ട് ഇടയ്ക്ക്, കേട്ടിട്ടില്ലേ നിങ്ങള്? ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോവാറുണ്ട്. എവിടെയാ ട്രെയിനിങ്ങിന് പോകുന്നേ? എവിടെയാണ് ഇപ്പോഴും അറിയില്ല മാം. ഒരാഴ്ചയൊക്കെ മാം ടീച്ചേഴ്സ് പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും ആ സമയത്ത്. അതെ അതെ, ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ? ടീച്ചർമാരില്ലെന്ന് പറയുമ്പോൾ ചില സമയത്ത് ചിലപ്പോ 1 ഡേ ആയിട്ട് ട്രെയിനിങ്ങിന് പോവാറുണ്ട്, ചിലപ്പോ ഒരാഴ്ച നീളും, അല്ലെങ്കിൽ 2 പിന്നെ 1 മാസമൊക്കെ ചിലർ പോവാറുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും. അതായത് സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത്, ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഇവര് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. തെരഞ്ഞെടുക്കുന്നവര് എന്ത് ചെയ്യും? ഈ ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? അവിടെയുള്ള ടീച്ചേഴ്സിനെ കൂടെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അത് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയാ ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പരിപാടികൾ, അതായത് ടീച്ചേഴ്സിന് അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അതുപോലെ റിഫ്രഷർ കോഴ്സുകൾ, അതുപോലെ ഇൻ സർവീസ് ട്രെയിനിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുകയും പിന്നെ അതായത് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള പഠന രീതികൾ പ്രചരിപ്പിക്കുകയും വേണം. അതായത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ കുറെ അധികം നമ്മള് എന്താ പറയാ പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഇൻസ്പെക്ടർ എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കുകയും വേണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതുമകൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതായത് ആ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, എപ്പോഴും പഴയതിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ട് പാടില്ല. കാലത്തിനനുസരിച്ച് കോലവും മാറണമെന്ന് പറയില്ലേ, കാലത്തിന്റെ പുറകെ തന്നെ നമ്മളും ഓടേണ്ടതായിട്ടുണ്ട്. അപ്പൊ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യണം, അതിനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. ദാറ്റ് ഈസ് റോൾ ആസ് പ്രൊഫഷണൽ ലീഡർ ആൻഡ് ഇന്നോവേറ്റർ. അടുത്തത് പതിമൂന്നാമത്തെ പോയിന്റ് കേട്ടോ. പതിമൂന്നാമത്തെ പോയിന്റ് സുരമ്യ വായിക്കൂ. സുരമ്യ. Okay, ma'am. Role as development generalist and planner. This implies competent training and efficiency in cooperating and collaborating with the other departments in the overall development planning of the district, formulating construction and evaluating educational plans at the district, regional level, guiding and promoting programs at the institutional level. എന്താ പറയുന്നേ?
മാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് ഒന്നുകൂടെ വായിക്കണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കണ്ടന്റ് പറഞ്ഞാൽ മതി, നിങ്ങൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയാം. എപ്പോഴും നല്ല സഹകരണ മനോഭാവമുള്ള ആളായിരിക്കണം. മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനും നല്ല പേഷ്യൻസും ഉള്ള ആളായിരിക്കണം. പിന്നെ പലതരത്തില് ഇങ്ങനെ ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവല് അങ്ങനെ ഓരോ വകുപ്പുകളിലുള്ള പ്ലാനിങ്ങിലൊക്കെ എന്താ പറയാ അതിലൊക്കെ പങ്കാളിയായിരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ഡിസിഷൻസ് മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, role as development generalist and planner. This implies competent training and efficiency in cooperating and collaborating with other departments in overall development, planning of the district, formulating, construction and evaluating educational plans at the district, regional level, guiding and promoting programs at the institutional level. അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ്, അതായത് നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്ന വ്യക്തിയായിരിക്കണം. അതായത് ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ലോക്കൽ ആയിട്ടുള്ള ബോഡീസിൽ, അതായത് ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ നിന്ന് വരുന്ന ഒരാളല്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ജില്ലയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ജില്ലാ നമ്മുടെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ആണ് ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നേ? അദ്ദേഹത്തിന് എവിടെയാണ് മേൽക്കൈയുള്ളത്? ഡിസ്ട്രിക്റ്റിലാണ്. അദ്ദേഹം അതിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റിന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ 14 ഡിസ്ട്രിക്റ്റുകളുമായിട്ട് ഓരോ ഓഫീസറെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ നേതൃത്വത്തില് അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആരാണത്? ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രത്യേകമായിട്ട് ഈ ഇൻസ്പെക്ടറുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുക. അതായത് ഒരു ജില്ലയിൽ ഇത്രയധികം സ്കൂളുകൾ ഉണ്ടാകും, ആ സ്കൂളുകളിലെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുമായിട്ട് സഹകരിച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. മറ്റ് വകുപ്പുകളുണ്ട്, അതെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റു വകുപ്പുകളുണ്ട്. സാംസ്കാരിക വകുപ്പുണ്ട് അല്ലെ? ഉണ്ടോ? സാംസ്കാരിക വകുപ്പ് ഉണ്ടോ? ഉണ്ട്. പിന്നെ ഏതൊക്കെ വകുപ്പുകളാ ഉള്ളേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ ഉള്ളേ? നമ്മുടെ സ്കൂളുകളിൽ ചില ഡിപ്പാർട്ട്മെന്റ്സുമായി ചേർന്നിട്ട് ചില ഫെയർ, മേളകളൊക്കെ നടത്താറുണ്ട്. കണ്ടിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ അതിനകത്ത്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് മേഖലയുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ നടപ്പിലാക്കാറുണ്ട്. പിന്നെ എന്താണ് സുജിത? ടൂറിസം മേഖലയുമായി ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ നടപ്പാക്കാറുണ്ട്. അപ്പോ ഇത്തരത്തില് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ചേർന്ന് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക എന്നുള്ളത്, മറ്റ് വകുപ്പുകളുമായി ചേർന്ന് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക എന്നുള്ളത് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഒരു ആരോഗ്യമേള നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു സ്കൂള്, അതായത് ഒരു സ്കൂളും അതുപോലെ തന്നെ ഒരു ആശുപത്രിയും ചേർന്ന് ഒരു മേള സംഘടിപ്പിക്കുകയാണ്. അതിന്റെ മേൽനോട്ടം ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക? ആർക്കായിരിക്കും? ഇൻസ്പെക്ടർക്കല്ലേ? ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്, അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫേർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി എത്രത്തോളം കാര്യക്ഷമമാണ്, ഓരോ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിന്റെ എഫിഷ്യൻസി എത്ര മാത്രമാണ് എന്ന് അളക്കുന്നത് ആരാണ്? അതും ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 13ാമത്തെ പോയിന്റ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. റോൾ ആസ് എ ബ്രിഡ്ജ് ബിൽഡർ ബിറ്റ്വീൻ ദ സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി. അതൊരാളൊന്ന് വായിക്കാമോ? സുജിത വായിച്ചോളൂ. ഓക്കെ മിസ്. റോൾ ആസ് എ bridge builder between the school and the community. A supervisor should be adroit in fostering
good public relations, securing community participation for improving and developing educational institutions, making institutions conscious of the want to serve the community better. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതില് മെയിൻ ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, ഇൻസ്പെക്ടർ എന്ന് പറയുന്നൊരു ബ്രിഡ്ജ് ബിൽഡർ ആണെന്ന് പറയുന്നുണ്ട്. ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഒരു സ്കൂളിനെയും കമ്മ്യൂണിറ്റിയെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു മെയിൻ കണ്ണിയാണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വ്യക്തിയും. അതായത് നല്ല കമ്മ്യൂണിറ്റി റിലേഷൻസ് ഉണ്ടായാൽ മാത്രമേ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നല്ല ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു സെർവ് ചെയ്യാമെന്നുള്ള എന്ന കാര്യങ്ങളും സ്കൂളിനെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയുമുള്ള ആളായിരിക്കണം. അതായത് സ്കൂളിന് എന്തൊക്കെ മെച്ചം സമൂഹത്തിൽ നിന്നുണ്ടാവുന്നോ അതുപോലെ സമൂഹത്തിന് എന്തൊക്കെ മെച്ചം സ്കൂളിൽ നിന്ന് വേണമോ ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ഒരു ബോധമുള്ള ഒരാളായിരിക്കണം ഈ ഇൻസ്പെക്ടർ എന്ന് ഉള്ള വ്യക്തി. ഓക്കെ ഓക്കെ. ബ്രിഡ്ജ് ബിൽഡർ ആണ്, അതായത് ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെ. അതായത് സ്കൂളിനും സമൂഹത്തിനും ഇടയിൽ ഒരു പാലമായിട്ട്, ഒരു എന്താ പറയാ, ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഇൻസ്പെക്ടർ. അതായത് സ്കൂളിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാകാനായിട്ട് സഹായിക്കുക. പിന്നെ അതുപോലെ തന്നെ സമൂഹത്തെ, നമ്മുടെ സൊസൈറ്റിയെ സ്കൂളിന്റെ വികസനത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള രീതിയിൽ വളർത്തുക. പിന്നെ അതുപോലെ തന്നെ സ്കൂളുമായിട്ടും സൊസൈറ്റിയുമായിട്ടും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് ഒരു സമപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. Let sum up the qualities of an inspector. It may be declared that he should be a man of learning, faith, painstaking energy, and imbued with a spirit of progress and experimentation and above bias of personal affiliation. ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നല്ല പഠനം അല്ലെങ്കിൽ നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. ക്ഷമ വേണം. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പുതിയ കാര്യങ്ങള്, അതുപോലെ പുരോഗതി, ഡെവലപ്മെന്റ് എന്നിവ സ്വീകരിക്കുന്ന ഒരു പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ പക്ഷാപാതം ഒഴിവാക്കണം. ഫേവറിറ്റിസം പോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു വ്യക്തി കൂടിയായിരിക്കണം. ഓക്കെ, അപ്പോ നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആത്മവിശ്വാസവും ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ക്ഷമ വേണം. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. പുതിയ കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ഫേവറിറ്റിസം ഒഴിവാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഒരു ഇൻസ്പെക്ടർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നാളെ ജിഷ ടീച്ചർ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഫ്രൈഡേ ആയിരിക്കും വരുന്നത് കേട്ടോ. ഫ്രൈഡേ 2:30 ആയിരിക്കും എന്റെ ക്ലാസ് കേട്ടോ. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്തതാണ് ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഫ്രൈഡേ കാണാം. ഫ്രൈഡേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു.